ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ചെറിയ വിഷയമാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും തറവാട്ടിലാണ് ഉള്ളത്. രാവിലെ തന്നെ എണീറ്റ് ചെറിയ കഷ്ണം പുട്ടും ചിക്കൻ കറിയും കുടിച്ചിട്ടാട്ടോ രാവിലെ തുടങ്ങിയത്. ഞാനൊന്ന് പോയി കുളിച്ച് വന്നപ്പോഴേക്കും ഇവിടെ പടക്കം പൊട്ടിക്കലിൻ്റെ പരിപാടി ഏകദേശം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പടക്കം മുഴുവൻ നിരത്തി വെച്ച് ഫോട്ടോ എടുക്കുന്ന പരിപാടിയിലാണ് കേട്ടോ മുത്തമ്മ. അനിയന്മാരാണെങ്കിൽ ഓലക്കാട്ടും വലിയൊരു കോലും എടുത്ത് താഴത്തെ പറമ്പ് കൊണ്ടിട്ടാട്ടോ പടക്കം പൊട്ടിക്കുന്നത്. അച്ഛമ്മയാണെങ്കിൽ കണിയൊരുക്കാൻ വേണ്ടിയിട്ട് വിളക്കൊക്കെ തേച്ചേക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്കപ്പം ചൂട് ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയും അച്ഛനും കൂടി കയറിയിട്ട് കാറിൽ AC ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ പുറത്തുനിന്ന് നല്ലോണം കളിയാക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാത്രിയായപ്പോൾ എല്ലാവരും കൂടിയിട്ട് പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലും ഒക്കെ ആയിട്ട് കുറേ സമയം അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം നല്ല രസമായിരുന്നു. എല്ലാവരും കൂടി എപ്പോഴെങ്കിലുമൊക്കെ ഒത്തു ചെയ്യുന്നത് കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പടക്കം പൊട്ടിക്കലും കഥ പറച്ചിലൊക്കെ കഴിയുമ്പോഴേക്ക് ഏകദേശം ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓടിപ്പോയി ഫുഡൊക്കെ കഴിച്ച് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടൊക്കെ കൊടുത്ത് മെല്ലെ ഞങ്ങൾ തറവാട്ടിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ വീട്ടിലേക്ക്. തറവാട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴേ ഞാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അച്ഛാ വീട്ടിലേക്ക് കണി വെക്കാനുള്ള ഒരു സാധനമില്ല, നമുക്ക് പോകുന്ന വഴിക്ക് കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന്. അങ്ങനെ താമരശ്ശേരി വണ്ടി നിർത്തി ഞങ്ങളൊരു പച്ചക്കറി പീടികയിൽ കയറി അവിടുന്ന് കണി വെക്കാനുള്ള സാധനങ്ങളും പിന്നെ അല്ലാതെ കുറച്ച് പച്ചക്കറികളും ഒക്കെ വാങ്ങി സമയം കുറച്ചായി ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് എത്തിയപ്പം. അങ്ങനെ വീട്ടിലെത്തി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നേരെ വിഷുക്കണി ഒരുക്കാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ടാറ്റാ.